ഗൈസ് നമ്മളങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഗൈസ്, നമ്മളിന്ന് അഞ്ചുമല പാറയിലോട്ട് പോവാണ്. ഇറ്റ്സ് ലൈക്ക് 4:53 AM. ഇന്ന് നമുക്ക് പുതിയ ഗസ്റ്റ് ഒക്കെ ഉണ്ട്. ഇതെന്റെ മാമനാണ്. ഹൈ പറയും. ഞങ്ങൾ 3 പേരും കൂടെയാണ് ഇന്ന് അഞ്ചുമല പാറ കയറാൻ പോകുന്നത്. നമ്മൾ 4 മണിക്ക് ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്. അത് 4:30 ആയി. 4:30 മാറി ഇപ്പം 4:53 ആയി. ഇപ്പൊ എവിടെ എത്തി? ഓക്കെ, സോ മാമൻ വെള്ളമൊക്കെ മേടിച്ച് തിരിച്ച് കയറുക. ഇനി നമുക്ക് 9 minutes ആണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത്. 4.5 kilometers. സോ ഇനി നമുക്ക് അവിടെ പോയിട്ട് കാണാം. ഈ അമ്പലത്തിൽ ഉത്സവമായിരുന്നു. ഗൈസ് നമ്മളങ്ങനെ മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പാറയുടെ അടുക്ക കൂടെ. ഇവിടെ ഒരു പ്രോപ്പർ പാർക്കിംഗ് പ്ലേസ് ഒന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ കയറി ഒരു 45% കംപ്ലീറ്റ് ആശേ. പോ Hey guys, നമ്മൾ at last we have reached our spot. വിചാരിച്ചത് സിമ്പിളൊന്നും അല്ലായിരുന്നു. It was a really tough job. This is the view. നമുക്കിനി ആ ഒരു മലയും കൂടെ കയറാനുണ്ട്. അറ്റ് ലാസ്റ്റ് നമ്മൾ ഇതിൻ്റെ ടോപ്പിലെത്തി ഗൈസ്. സോ ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് വ്യൂ. എല്ലാവരും ഇവിടെ വീഡിയോ എടുത്തോണ്ടിരിക്കുക. നമ്മുടെ ക്യാമറാമാൻ ജിമ്പലും ഒക്കെ ഇടയിൽ അവിടെ പോയി. And that's our little son. How is the view? Hey, അങ്ങനെ നമ്മൾ വന്ന സൺറൈസ് നമ്മൾ കണ്ടിരിക്കുകയാണ്. നമ്മുടെ ക്യാമറാമാൻ റീൽസിന് വേണ്ടിയിട്ടുള്ള വീഡിയോയും ഫോട്ടോസും ഒക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. Hey mama, how is the view? How is the place? അങ്ങനെ നമ്മൾ ഒത്തിരി വീഡിയോസ് ആൻഡ് ഫോട്ടോസൊക്കെ എടുത്ത് സൺറൈസൊക്കെ കണ്ട് വി ആർ ബിഡിങ് ബൈ ടു ദിസ് ബ്യൂട്ടിഫുൾ പ്ലേസ്. ഇനി താഴോട്ട് ഇറങ്ങുന്ന ഒരു ടാസ്ക് ആയിരിക്കും. ബട്ട് ഹൈറ്റ് എന്ന് പറയുന്ന സാധനം എനിക്ക് അത്യാവശ്യം പേടിയുള്ളൊരു സാധനമാണ്. ബട്ട് ഐ എം പ്രൗഡ് ദാറ്റ് ഐ എം സ്റ്റാൻഡിങ് ഓൺ എ പീക്ക്. ഇവിടെ ഒത്തിരി ആൾക്കാരൊക്കെ ഉണ്ട്. ഇവിടെ മറ്റ് ഒരു
ചെക്ക് പോസ്റ്റ് അങ്ങനത്തെ സെക്യൂരിറ്റി അങ്ങനത്തെ ഇതൊന്നുമില്ല. നമ്മൾ ഒരു 5:30 ഒക്കെ ആകുമ്പോഴത്തേക്കും ഇവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കയറി വരുമ്പോഴത്തേക്കും ഒരു 6 ഒക്കെ ആവും. അങ്ങനെ വരുമ്പം നമുക്ക് ഒരു പ്രോപ്പർ ടൈം ആകുമ്പോഴത്തേക്കും ഞാൻ വീഡിയോയിലൊക്കെ കണ്ട പോലെ സൺറൈസൊക്കെ കിട്ടും. ഇപ്പം ഇറ്റ്സ് 7:09 ആൻഡ് നമ്മൾ താഴോട്ട് ഇറങ്ങാൻ പോവാണ്. സോ ദാറ്റ്സ് ഇറ്റ്. നമ്മുടെ ക്യാമറമാൻ അവിടെ പാക്കൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ വേറെ ഫോട്ടോഗ്രാഫർ ഫോട്ടോ എടുക്കുന്നുണ്ട്. ആൻഡ് ദാറ്റ്സ് അവർ ബ്യൂട്ടിഫുൾ സൺ. കുറേ നാളുകൊണ്ട് നമ്മൾ വരണം എന്ന് വിചാരിച്ചുകൊണ്ടിരുന്നൊരു സ്ഥലമാണ്. ബട്ട് നമുക്ക് രണ്ടുപേർക്ക് മാത്രം ഒറ്റയ്ക്ക് വരണ്ടെന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ സംബഡി ടു അക്കംപനി us. സോ അങ്ങനെ at last we have reached and we are telling bye to this place. സോ ദാ പാക്കൊക്കെ ചെയ്ത് ബാഗൊക്കെ ആയിട്ട് ഒരാൾ വരുന്നുണ്ട്. ഹൗ വാസ് ദ എക്സ്പീരിയൻസ് ഗൈസ്? അതാ നമ്മൾ തൊട്ട് അടുത്ത് കിടന്ന് നമുക്കറിയാത്ത സ്ഥലം നമുക്ക് പരിചയപ്പെടുത്തേന്. അതാ പാലക്കാട് നിന്ന് വന്ന് മൗണ്ടെയിൻസ് കോൺകർ ചെയ്തുകൊണ്ടിരുന്ന ആഷിക്ക് അഞ്ചുമലപ്പാറ എന്ന് പറയുന്ന നിയർ ബൈ പ്ലേസ് ഞങ്ങൾക്ക് സജസ്റ്റ് ചെയ്തതിന് വെരി വെരി താങ്ക് യു. അപ്പം നമുക്ക് താഴോട്ടിറങ്ങാം ഗൈസ്. നമ്മളങ്ങനെ ഇറങ്ങുവാണ്. നമ്മൾ ആ മലയുടെ മണ്ടയ്ക്ക് നിന്ന് ഈ മല വരെ എത്തി. ഇങ്ങനെ പോകണം. കുറച്ചുകൂടെ നമ്മൾ രാവിലെ വന്നതിനെക്കാട്ടി നിങ്ങൾക്ക് കുറച്ചുകൂടെ പാത്ത് ക്ലിയർ ആവുമായിരിക്കും ഇപ്പോൾ വീഡിയോ എടുത്ത് വരുമ്പോൾ. പിന്നെ പക്ഷേ ഇറങ്ങിക്കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാൻ ഇച്ചിരി റിസ്ക് ഫാക്ടർ ആയതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് ഏതെങ്കിലും ഒരു പോയിൻ്റ് എത്തുമ്പോൾ നമ്മൾ വീഡിയോ എടുത്ത് തരാം. വഴി കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഒരാൾ ചാടി ഇറങ്ങുന്നുണ്ട്. ഇനി പുള്ളിക്കാരൻ ഇവിടെ വന്നിട്ട് വേണം എന്നെ റിസീവ് ചെയ്തുകൊണ്ട് പോരാൻ. നമ്മൾ അവിടുന്ന് ഇറങ്ങി ഇങ്ങനെ ഇനി നമ്മൾ അങ്ങോട്ടാണ് ഈ റബ്ബറും തോട്ടത്തിനകത്തൂടെ അങ്ങോട്ട് പോകണം. ദാറ്റ് ഈസ് അവർ വ്യൂ പോയിന്റ്. നമ്മൾ ഏകദേശം 1/2 മണിക്കൂർ എടുക്കുമല്ലേ എങ്കാർ വരുമ്പം? 10 മിനിറ്റ്. ഓക്കെ, 10 മിനിറ്റ് മതി എന്നാണ് പ്രോ ട്രക്കർ പറയുന്നത്. ഞാൻ 1/2 മണിക്കൂർ എടുത്താണ് ഗൈസ് കയറി വന്നത്. ഗൈസ് നമ്മൾ ആ പാറയുടെ മണ്ടയ്ക്ക് നിന്ന് നമ്മൾ നടന്ന് ഇത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല നമ്മൾ നടന്നുകൊണ്ട്. കുറച്ച് പാടാം, കുറച്ച് സ്ലിപ്പറി ഏരിയാസൊക്കെ ഉണ്ട്. നമ്മൾ താഴോട്ടിറങ്ങാം. ഇനി ഇവിടുന്ന് അങ്ങോട്ട് കുറച്ചുകൂടെ സിമ്പിളാണ്. അവിടെ മേലിലോട്ട് അങ്ങോട്ട് കയറാനാണ് കുറച്ചുകൂടെ പാട്. പ്രോ ട്രക്കർ അഡ്വഞ്ചറസ് ആണെന്ന് പറഞ്ഞ് ഏതൊക്കെയോ പറയണ മണ്ടയ്ക്ക് വന്ന് എങ്ങോട്ടൊക്കെയോ ചാടുന്നുണ്ടായിരുന്നു. ഇതോ ഇപ്പം മരത്തെ ചരിഞ്ഞിപ്പോട്ട് ഹായ് പറയൂ. ബോട്ടിലും പിടിച്ചോണ്ട് നിൽക്കുന്നത് ആ മനുഷ്യൻ സ്റ്റാറ്റസ് ഇട്ടോണ്ടിരിക്കുകയാണ്. നമുക്ക് ബാക്കി താഴെ എത്തിയിട്ട് കാണാം. ഇത് നല്ല അടിപൊളി പ്ലേസ് കേട്ടോ. നല്ലൊരു വ്യൂ പോയിന്റ്. രാവിലെ ഒരു 4 മണിക്കൊക്കെ ഇറങ്ങി പോകാനാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഒരു 5 o'clock 5:30 ഒക്കെ ആകുമ്പോൾ എത്തിയാലും മതി. അല്ല, ഞങ്ങളുടെ ഇവിടുന്ന് 4 മണിക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ചു. പക്ഷേ 5-ന് സ്റ്റാർട്ട് ചെയ്തത്. നമ്മളൊരു 6 ആയപ്പോൾ എത്തി. ഇവിടെ 6:30 സൺറൈസ് ആയിരുന്നു. സോ നമ്മളിവിടെ മുകളിൽ ഒരു 6:15 6:20 ആയപ്പോൾ എത്തി. എല്ലാ വലിയ ലെവൽ 1 ട്രക്കിംഗ് എന്ന് പറയാൻ പോലും ഇല്ല. ആകെ കയറുന്ന ലാസ്റ്റ് എത്തുമ്പോൾ ഉള്ളൊരു ജസ്റ്റ് ഒരു ഇതേ ഉള്ളൂ. എല്ലാം ട്രക്കിംഗ്, വലിയ ട്രക്കിംഗ് ഒന്നുമില്ല. നല്ല പ്ലേസാണ്, അടിപൊളിയാണ്. സോ നിങ്ങൾ കരുനാഗപ്പള്ളി ആലപ്പുഴ ജില്ലയാണ്, കൊല്ലം, പത്തനംതിട്ട അവിടെയൊക്കെ ഉള്ളവർക്ക് ഈസിലി ആക്സസബിൾ ആയിട്ടുള്ള സ്ഥലമാണ്. അഞ്ചുമലപ്പാറ ഇട്ടിട്ട് വരല്ലേ, അഞ്ചുമലപ്പാറ പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടോ. കാരണം അഞ്ചുമലപ്പാറയിൽ നമ്മൾ ലൊക്കേഷൻ ചെയ്യുമ്പോൾ വേറൊരു 1 കിലോമീറ്റർ അപ്പുറത്തുള്ള പ്ലേസിൽ വരുന്നത്. അപ്പോൾ അവിടുന്ന് നമുക്ക് വണ്ടി ഇട്ടിട്ട് ഈ വഴിയല്ല, അതൊരു ട്രക്കിംഗ് പ്ലേസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എനിക്കപ്പോൾ ആഷിക്കാണ് ഈ പ്ലേസ് സജസ്റ്റ് ചെയ്തത്. അപ്പോൾ ആഷിക്ക് പറഞ്ഞു പാർക്കിംഗ് ഇട്ടാൽ മതി. അപ്പോൾ അങ്ങനെ ലൊക്കേഷൻ ചെയ്തത്. നമ്മളെന്തായാലും ലൊക്കേഷൻ പിൻ ചെയ്തിടാം. ഓക്കെ, ഒരു മസ്റ്റ് വിസിറ്റ് വരാം. ഈ സൺറൈസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഇത് അടിപൊളി ഒരു പ്ലേസ്. സോ വി ജസ്റ്റ് സജസ്റ്റ് ഓൾ ഓഫ് യു. ഇനി കുറച്ചുകൂടെ ഉള്ളൂ നടക്കാൻ.
ഇനി അങ്ങോട്ട് കുറച്ചുകൂടി ഇനി കുറച്ചുകൂടി ഈസി പാസ്താണ്. ഈസി ഭാഗമൊന്നുമല്ല, ഇത് വലിയ ഇതൊന്നുമല്ല. പിന്നെ ഇരുട്ടത്ത് വരുമ്പോൾ നമ്മളിവിടെ എത്തിയ സമയം പറയല്ലോ, ആ ടൈം ഇരുട്ടാ. അപ്പോൾ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് കാണാം. പറ്റുവാണെങ്കിൽ നിങ്ങളൊരു ടോർച്ച് എടുക്കുന്നത് നല്ലതായിരിക്കും. നമ്മൾ ഫോണിന്റെ ഫ്ലാഷ് മാത്രമേ നമ്മൾ ഇത്രയും നമ്മൾ വിചാരിച്ചില്ല ഇത്രയും. അപ്പം പട്ടികളെ ഇതിപ്പോ ഒരു എന്താ റബ്ബർ തോട്ടോ, അപ്പം പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണോ പബ്ലിക് എന്തോന്നും മനസ്സിലാവും, അറിയത്തില്ല. നമ്മൾ കയറി വന്നപ്പോൾ എനിക്കൊരു പേടി ഉണ്ടായിരുന്നു. അല്ല, പ്രൈവറ്റ് ആയിരിക്കും, ഇവിടെ ടാപ്പിംഗ് ഒക്കെ ചെയ്തേക്കുന്നത്. പട്ടികൾ വല്ലതും ഉണ്ടാവുമോ എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു. അപ്പോൾ ബെറ്റർ ഈസ് നിങ്ങളൊരു ടോർച്ചും കൂടെ ക്യാരി ചെയ്യുന്നത് നല്ലതായിരിക്കും. നമ്മൾ നമ്മുടെ 3 ഫ്ലാഷും കൂടെ അടിച്ചിട്ടാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് കുറച്ചുകൂടെ നമുക്ക് രാവിലെ ഒട്ടും വ്ളോഗ് എടുക്കാൻ പറ്റാഞ്ഞേ. നമ്മളിങ്ങനെ നടന്നിറങ്ങി പോകണം. ആ ഇപ്പം ഇതെടുത്താലും അതുകൊണ്ടാണ് ഞങ്ങളിപ്പം ഇറങ്ങുന്നത് കുറച്ചുകൂടെ നല്ലോണം എടുക്കാമെന്ന് വിചാരിച്ചേ. ഗൈസ്, ഞങ്ങൾ പറഞ്ഞില്ലേ ഇത് റബ്ബർ കൃഷി നടക്കുന്ന ഒരു സ്ഥലവും കൂടെയാണ്. അപ്പം കുറേ അടുത്ത് അതാ ടാപ്പിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ച് എനിക്ക് തോന്നുന്നു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആയിരിക്കും. അപ്പം നിങ്ങളെന്തായാലും ടോർച്ച് ക്യാരി ചെയ്യുന്നത് നന്നായിരിക്കും. അതാരെയോ ഫോൺ വിളിച്ചോണ്ടിരിക്കുക. ടോർച്ച് എന്തായാലും കൊണ്ടുവരണം കേട്ടോ. നമ്മൾ മൊബൈലിൻ്റെ ഫ്ലാഷ് ഉപയോഗിക്കുന്നതിനേക്കാൾ ബെറ്റർ ടോർച്ച് തന്നെയാണ്. അതാ വിരൽ തുമ്പിലെ സൂര്യൻ. അല്ല, പണ്ടത്തെ ബ്രൈറ്റ് ലൈറ്റിൻ്റെ ടാഗ് എങ്ങനെയായിരുന്നു? എൻ്റെ ഒരു കൊച്ചുനാളിലൊക്കെ മിസ്റ്റർ ലൈറ്റ്, അതിൻ്റെ ഒന്നും പരസ്യം എനിക്കറിയത്തില്ല. ബ്രൈറ്റ് ലൈറ്റിൻ്റെ പരസ്യം ഞാനെല്ലാം ചെറുതായിരുന്നു. അപ്പം DSFൻ്റെ സമയത്തൊക്കെ എപ്പോഴും ചാനലിനകത്ത് വരുന്നതായിരുന്നു വിരൽ തുമ്പിലെ സൂര്യൻ ബ്രൈറ്റ് ലൈറ്റ്. അപ്പം അങ്ങനത്തെ ലൈറ്റൊക്കെ ക്യാരി ചെയ്യുന്നത് നല്ലതാണ് കുറച്ചുകൂടെ. ഇതാ ഇതൊക്കെയാണ്. നമ്മളങ്ങനെ താഴത്തേക്ക് എത്തുവാന്ന്. നമ്മൾ താഴേലേക്ക് എത്തുക. ഇറങ്ങി നമ്മളിങ്ങ് താഴെ എത്തി. നമ്മുടെ പാർക്കിംഗ് ഏരിയയിലോട്ട് എത്തി. ഇനി നമ്മൾ കാർ എടുക്കുക, തിരിച്ച് വീട് പിടിക്കുക. ഇന്നതാണ് ഗൈസ് നമ്മുടെ പരിപാടി. സോ ഇത് ഇപ്പം ഓഫീസ് ഉള്ള ദിവസങ്ങളിലാണെങ്കിൽ പോലും നമുക്കിപ്പോൾ ഒരു 9 ഒക്കെ ആകുമ്പോൾ തിരിച്ച് വീട്ടിലെത്താൻ പറ്റും. അപ്പം സോ ഒരാൾ ലീവ് എടുത്ത് വരേണ്ട ഒരിതും വരുന്നില്ല. ലൈക്ക് അടുത്തുള്ളവരാണെങ്കിൽ ഇപ്പം കരുനാഗപ്പള്ളി, പത്തനംതിട്ട ആൻഡ് ആലപ്പുഴ ജില്ലകളിലുള്ളവർക്കാണെങ്കിൽ ഇത് കുറച്ചുകൂടെ ആക്സസിബിളാണ്. അപ്പം ഒരു ഹാഫ് ഡേയുടെ പോലും ആവശ്യം വരത്തില്ല. നമ്മൾ മീൻസ് ഈ സൺറൈസ് കാണാൻ വേണ്ടിയിട്ടാണ് വരുന്നതെങ്കിൽ. ഇപ്പം ആക്ച്വലി ഇപ്പോൾ കുറേ പേര് വരുന്നുണ്ട് ഈ ഒരു ടൈമിലേക്ക്. ഇപ്പം നല്ല സൂര്യൻ ഉച്ചസ്ഥായി നിൽക്കാൻ തുടങ്ങിയേക്കുക. നല്ല ചൂടൊക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. സോ അപ്പം അങ്ങനെയുള്ളവർക്ക് പോലും ഇപ്പോൾ വർക്കിംഗ് ഡേയ്സ് ആണെങ്കിൽ പോലും യു ക്യാൻ കം ഹിയർ, ലൈക്ക് കുറച്ച് അടുത്തുള്ളവർക്കാണെങ്കിൽ. സോ ഇതാണ് കേട്ടോ ഇവിടുത്തെ പാർക്കിംഗ്. ഇവിടെ മീൻസ് പാർക്കിംഗ് എന്ന് പറഞ്ഞിട്ടൊരിതില്ല. ഇതാണ് ഇവിടെ നമുക്ക് കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ബൈക്കാണെങ്കിൽ കുറച്ചുകൂടെ അങ്ങോട്ട് കൊണ്ടുപോയി പാർക്ക് ചെയ്യാൻ പറ്റും. ഇല്ല, അവിടെ ഒക്കെ പാർക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ കുറച്ചുകൂടെ ഇവിടെ ഇച്ചിരി ജനവാസ പ്രദേശം കേട്ടോ. അപ്പം ഇവിടെ കൊണ്ടുവന്ന് പാർക്ക് ചെയ്താൽ മതി. ഇവിടെ ലോറീസൊക്കെ പാർക്ക് ചെയ്യുന്നതാണ്. വേറെ ആർക്കും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അതാ നമ്മുടെ സൂര്യൻ പ്രകാശിക്കുന്നു. നമ്മളപ്പോൾ തിരിച്ച് നമ്മുടെ കൂട്ടിൽ കയറുകയാണ് ഗൈസ്. അതാണ് നമ്മുടെ പാറ. അതല്ല, അത് നമ്മൾ ഫസ്റ്റ് നിന്ന സ്ഥലം. അതിൻ്റെ ബാക്കിലാണ് കുറച്ചുകൂടെ ഹൈയസ്റ്റ് ആയിട്ടുള്ളത്. എല്ലാവരും ക്ഷീണിച്ച് വെള്ളമൊക്കെ കുടിക്കുകയാണ്. ഞാൻ ഇവിടുന്ന് കയറി തുടങ്ങിയപ്പോൾ വെള്ളം കുടിക്കുന്നത്. ഞാൻ കയറി തുടങ്ങിയപ്പോൾ തൊട്ട് വെള്ളം കുടിക്കാൻ തുടങ്ങിയതാ ഗൈസ്. വെള്ളത്തിൽ കുളിച്ച് നിൽക്കുന്നതിന് നിങ്ങൾക്ക് കുറച്ചുകൂടെ ഞാൻ കാണിച്ചു തരാം. എന്താ ഈ ഒരു അമ്പലത്തിൻ്റെ ബോർഡുണ്ട് കേട്ടോ അവിടെ. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. 1000 തൂണിമല അങ്ങനെ ഒരു അമ്പലമുണ്ട്. ആ ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു ബോർഡുണ്ട്. അപ്പം ആ ബോർഡിൽ നിന്ന്
അവിടെ നിന്നാണ് നമ്മൾ ഈ പാറയിലോട്ട് കയറേണ്ടത്. ഇവിടെ കുറച്ച് ഇൻ്റർലോക്ക്ഡ് ആയിട്ടുള്ള പ്ലേസും പിന്നെ അങ്ങോട്ട് ഇൻ്റർലോക്ക് ഇല്ല. അപ്പം അങ്ങനെയാണ് നമ്മൾ കയറി പോകേണ്ടത്. ഗ്ലാസസ് വെക്കാതെ കാർ ഓടിക്കാത്ത വ്യക്തി, എങ്ങും പോകാത്ത വ്യക്തി ഇന്ന് ഗ്ലാസ് എടുക്കാൻ മറന്നിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഫോട്ടോ എടുത്തപ്പോൾ അതിനകത്തൊക്കെ മിസ്സായിട്ടുണ്ട്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ മനുഷ്യൻ്റെ കണ്ണ് കാണാം. നമ്മളപ്പോൾ അഞ്ചുമലപ്പാറയോട് ബൈ പറഞ്ഞ് വി ആർ ഗോയിങ് ബാക്ക്. സോ ദാറ്റ്സ് ദ എൻഡ് ഓഫ് അവർ വ്ളോഗ്. സോ നമ്മുടെ വ്ളോഗൊക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ. അപ്പോൾ ദാറ്റ്സ് ഇറ്റ്. കുറേ നാൾക്ക് ശേഷമാണ് നമ്മൾ വ്ളോഗ് എടുക്കുന്നത്. അപ്പം എല്ലാവരും ബൈ പറയൂ, ബൈ പറയൂ. ബൈ ബൈ. ഡ്രൈവറിൻ്റെ ബൈ കിട്ടിയില്ല. സോ ബൈ ഗൈസ്.